ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരുപാട് നാളിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുവാൻ കൃപ നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്താണ് യൂട്യൂബിൽ നിന്ന്. കാരണം ചില പേഴ്സണൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പപ്പ മരിച്ചിട്ട് പല ആവശ്യങ്ങളും കുടുംബത്തിലൊക്കെ ഉണ്ടായി. അപ്പം പല സന്ദർഭങ്ങളുണ്ട്. എൻ്റെ മാരേജ് കഴിഞ്ഞു, അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചു. അപ്പം അതുകൊണ്ട് കുറച്ച് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു യൂട്യൂബിൽ നിന്ന്. അതുകൊണ്ട് പക്ഷേ ഇന്ന് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വരുവാൻ ദൈവം സഹായിച്ചു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ അങ്ങനെ റെഗുലറായിട്ട് ചെയ്യുന്നില്ല. ദൈവാത്മാവ് എന്നെ എപ്പോഴാണോ യൂട്യൂബ് ചെയ്യണമെന്ന് പറയുന്നത്, കമ്പൽ ചെയ്യുന്നത്, അപ്പോഴാണ് ഞാൻ ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ദൈവാത്മാവിനോട് സംസാരിച്ചത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, സിനിമ കാണുന്നത് തെറ്റാണോ എന്ന്. എനിക്കുണ്ട് ഒരു ഡൗട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പ്രസംഗകരും അച്ഛന്മാരെല്ലാം പറയുന്നത് ഈ സിനിമ കാണുന്നത് ഭയങ്കര പാപമാണ്, സിനിമ കണ്ടു കഴിഞ്ഞാൽ നരകത്തിൽ പോകും, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ എനിക്ക് തോന്നുന്നത് 100 സിനിമകൾ ഇറങ്ങിയാൽ അതിൽ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും മോശം സിനിമകൾ ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ മാനസികമായിട്ടും മറ്റു തരത്തിലും നമ്മളെ ബാധിക്കുന്ന, ദോഷകരമായി ബാധിക്കുന്ന സിനിമകൾ ഉണ്ടാവാം. അത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ മേഖലയിലും അങ്ങനെ ഇല്ലേ? ക്രിസ്ത്യൻ മേഖലയിൽ തന്നെ എന്തോരം ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ട്, യഹോവ സാക്ഷികൾ, വൺനെസ്സുകാർ, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ കാണുന്നത് തെറ്റാണോ? ചിലർ എന്താ പറയണ്ടേ, പാപമാണെന്ന് കരുതി ഭയന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പലപ്പോഴും യുവജനങ്ങളെ നമ്മൾ തെറ്റിക്കുന്നുണ്ട്. സിനിമ കാണുന്നത് തെറ്റാണ്, സിനിമ കാണാതെ, ഞാൻ സിനിമ കാണാത്തവനാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിലുള്ള എല്ലാ ഇൻകവും, ഒരു ഉദാഹരണം ഞാൻ പറയാം. ദൈവാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ ദൈവം ഓരോരുത്തർക്കും ഓരോ പദവികളാണ് കൊടുത്തത്. കുറച്ച് പേര് പുരോഹിതർ, എല്ലാവരും പുരോഹിതരാക്കിയില്ല. കുറച്ച് പേര് പുരോഹിതർ, കുറച്ച് പേര് സംഗീതക്കാർ, കുറച്ച് പേര് വസ്ത്രത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നവർ, കുറച്ച് പേര് ആലയത്തിൻ്റെ കൊത്തുപണി നോക്കുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അതുപോലെ നമ്മുടെ ലോകത്തിലും പല കഴിവുകളുള്ള ആൾക്കാരുണ്ട്. അവർക്ക് സർവൈവ് ചെയ്തു പോകാൻ, ചിലർക്ക് പാടാനാണ്, ചിലർക്ക് പാട്ട് എഴുതാനാണ്. എല്ലാവരെയും ദൈവം പിടിച്ച് എന്താക്കിയില്ല, പുരോഹിതന്മാരാക്കിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേകർക്ക് പല കഴിവുകളാണുള്ളത്. ചിലർക്ക് പാട്ട് പാടാൻ, പാട്ട് എഴുതാൻ, നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് അഭിനയിക്കാനും കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്കെല്ലാവർക്കും സർവൈവ് ചെയ്ത് പോകണ്ടേ. അതിനുവേണ്ടി ദൈവം തുറന്ന ഒരു സ്ട്രീം ഓഫ് ഇൻകമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതെത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് നമ്മൾ കാണാതിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചത് പേഴ്സണലായിട്ട്. അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചത്, എന്തോരം പേരാണ് ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം കൊണ്ട് കഞ്ഞി കുടിച്ചു പോകുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കും, ഞാനിത് സിനിമാക്കാരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുവാണോ? അങ്ങനെ ഒന്നുമല്ല. എനിക്കിത് അവരെ സപ്പോർട്ട് ചെയ്യുമോ, അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നോ ഒന്നും ചിന്തിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ദൈവാത്മാവ് എന്നോട് സംസാരിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. സിനിമ കാണുമോ കാണാതിരിക്കുമോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളിത് അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമ. അപ്പോൾ അനേകരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ആൾക്കാർ ഈ കാണുന്ന പൈസ കൊണ്ട് അവരുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, കഞ്ഞി കുടിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു വരുമാന മാർഗ്ഗമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരെയും വിധിച്ച് ഇവരെല്ലാവരും പാപികളാണ്, ഇവരെല്ലാം നരകത്തിൽ പോകണമെന്ന് പറയുമ്പം അവരുടെ ഒരു കഞ്ഞികൂടി മുട്ടിക്കുന്ന ഒരു തൊഴിലല്ലേ ശരിക്കും ആത്മീയത്തിൽ പലരും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. ദേവാത്മാവ് അങ്ങനെ സംസാരിച്ചു. നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളതല്ല ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ കഞ്ഞികൂടി അല്ലെങ്കിൽ ഒരുപാട് പേരുടെ വരുമാന മാർഗ്ഗം ഇല്ലാതാക്കുന്നതാണോ, അതോ അവർക്ക് ആ വരുമാന മാർഗ്ഗം തുറന്നു കൊടുക്കുന്നതാണോ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം? ഏതാണ് ഏറ്റവും വലിയ തെറ്റ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരുപാട് പേരുടെ കഞ്ഞികൂടി മുട്ടിക്കുന്നതാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തി, നമുക്ക് ചിന്തിക്കുന്നത് നമ്മളെ സൽപ്രവൃത്തിയാണ് ചെയ്യുന്നത്, ഒരുപാട് പേര് രക്ഷിക്കാനാണ്. പക്ഷെ ആത്യന്തികമായിട്ട്
ആത്മീയർ പറയുന്നത് സ്തോത്രകാഴ്ച നമ്മുടെ ഇതിൽ വീഴാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം എല്ലാവർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ട്രീം ഓഫ് ഇൻകം ഓരോരുത്തർക്കും ദൈവം തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇല്ലാതാക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അവർ എങ്ങനെയും കഞ്ഞി കുടിച്ച് ജീവിച്ചോട്ടെ, നമ്മൾ എന്തിനാണ് അവരുടെ കഞ്ഞി കൊണ്ട് പാറ്റിടുന്നത്? അപ്പോൾ അത് നമ്മൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ദൈവം നിങ്ങളെല്ലാവരുത്തരെയും വഴി നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. സിനിമ കാണുന്നത് തെറ്റാണോ? തെറ്റല്ല. സിനിമ കാണാത്തത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിനിമ കാണുക, കള്ള് കുടിക്കുക, പുക വലിക്കുക, ഇവ ഈ ചെയ്യുന്നവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ലെന്നാണ് നമ്മുടെ ചിന്ത. ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം. കാരണം നമ്മൾ സ്വർഗത്തിൽ പോകുന്നതിന് ആധാരമായിരിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലുള്ള വിശ്വാസമാണ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. ഞാൻ കള്ളു കുടിക്കാതിരുന്നാൽ, ബീഡി വലിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാതിരുന്നാൽ, സിനിമ കാണാതിരുന്നാൽ ഒരിക്കലും ഞാൻ സ്വർഗത്തിൽ പോയില്ല. അതെല്ലാം പുതിയ ആൾക്കാർ വിശുദ്ധിയുടെ ഓരോ മേലാട ചെറിയ ഇതാണ് വിശുദ്ധി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം. നമ്മൾ സ്വതന്ത്രരാണ് ക്രിസ്തുവിൽ. കൽപ്പനകൾ തെറ്റിക്കാനല്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇത് ചെയ്താലും ചെയ്തില്ലേലും കുഴപ്പമില്ല. വിഗ്രഹാർപ്പിതം പൗലോസ് 1 കൊരിന്ത്യർക്ക് ലേഖനം 8 പറയുന്നുണ്ടല്ലോ, വിഗ്രഹാർപ്പിതം തിന്നാലും തിന്നില്ലേലും കുഴപ്പമില്ല, കാരണം നിനക്കറിയാം ഇതിലൊന്നും കാര്യമില്ല എന്നുള്ളത്. ഇതൊന്നുമല്ല രക്ഷിക്കപ്പെടാനുള്ളത്. അതുകൊണ്ടത് തിന്നാലും തിന്നില്ലേലും കുഴപ്പമില്ല, സിനിമ കണ്ടാലും കണ്ടില്ലേലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും നമ്മളെ നരകത്തിൽ കൊണ്ടുപോകുന്നില്ല. നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ.